സഞ്ജീവ്, സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം പോലെയല്ല, വളരെ സങ്കീർണമാണിത്. മാത്രമല്ല, ഈ നിതിൻ രാജ് മരിച്ചു വീണ് കിടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഞെട്ടലുളവാക്കുന്നതാണ്. മാത്രമല്ല, ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചു, കൃത്യമായി അവരെ പിടികൂടുന്നതിലേക്ക് നയിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഈ കുടുംബവും വിനീത വിജയനും ഒക്കെ ആരോപിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് പല വിധത്തിലുമുള്ള, അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ് എങ്കിൽ പോലും പല വിധത്തിലുള്ള പീഡനങ്ങൾ, അത് വാക്കുകളുടെയും അധിക്ഷേപങ്ങളുടെയും അല്ല, ശാരീരികമായ പീഡനങ്ങൾ. കാരണം കൈ വെട്ടിക്കളയും ഈ ഗേറ്റിൽ നിന്ന് പുറത്തു പോയാൽ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് അധ്യാപകർ മാറുന്നത് എങ്ങനെയാണ്? ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെയാണ് അധ്യാപകർ മാറുന്നത്? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അവർ താഴെയിട്ടതാണോ എന്നവർ സംശയിക്കുന്നു. കാരണം അതിൻ്റെ ഫോറൻസിക് പരിശോധനകൾ, മീൻസ് ശരീരത്തിൻ്റെ അവരുടെ നിരീക്ഷണങ്ങളിലുള്ള കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പൂർണ്ണമായും പുറത്തെത്തുമ്പോൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയാനാകൂ. എന്തായാലും അതും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് സഞ്ജീവ്, അല്ലേ? തീർച്ചയായും ഈ ക്യാമ്പസിനെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതയുണ്ട്. ഈ ക്യാമ്പസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ശ്രീമതി കെ ശൈലജ ടീച്ചർ സഖാവ് ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ തലവരിപ്പണവുമായി ബന്ധപ്പെട്ട് ചില MBBS കോളേജുകളുടെ അംഗീകാരം എടുത്തു കളഞ്ഞിരുന്നു, കരുണ കോളേജ് ഉൾപ്പെടെ. അതിൽ ഒരു കോളേജാണ് ഈ പറഞ്ഞ കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടി. അപ്പോൾ പോസ്റ്റ്മോർട്ടം അവിടെ പഠിപ്പിക്കാറ് വീഡിയോ കാണിച്ചാണ്. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് വിദ്യാർത്ഥികളെ, അടുത്ത തലമുറക്ക് നൽകേണ്ട, നമ്മളെയൊക്കെ ശുശ്രൂഷിക്കേണ്ട ഡോക്ടർമാരെ അവർ ലക്ഷക്കണക്കിന് രൂപ സെമസ്റ്ററിന് വാങ്ങി പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവർ പണ്ട് പഠിപ്പിക്കാറ് വീഡിയോ കാണിച്ചാണ്. അപ്പം അങ്ങനെ വലിയ തരത്തിൽ സമരമൊക്കെ നടന്ന ആ ക്യാമ്പസ് അന്ന് 3-4 വർഷം അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് MBBS ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ തുടർച്ചയായി സമരം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷത്തിന് മുന്നോടിയായിട്ട് ഞങ്ങളൊക്കെ ആ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ടൊരു പരാതി വന്നപ്പോൾ അവിടെ ഞങ്ങളൊരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിൽ പങ്കെടുത്ത 1-2 അവിടുത്തെ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ആ മാർച്ചിൽ പങ്കെടുത്തു. അവ മാനേജ്മെൻറ്റിനെതിരെ സമരം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ പിറ്റേ ദിവസം അവരുടെ പേര് അവിടുത്തെ നോട്ടീസ് ബോർഡ് കിടക്കുകയാണ്. അപ്പോൾ ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻറ്റേണലായി ഉയർന്നു വരേണ്ട ചില പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ നവീൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടൊരു കാര്യം, ഈ വിദ്യാർത്ഥികൾ ആരും വന്നിട്ടില്ല. പല വിദ്യാർത്ഥികളും അവിടെ ഇല്ല. ഈ ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നിട്ടില്ല, അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും വന്നിട്ടില്ല. ഒരു ക്യാമ്പസിൽ നിന്ന് നമ്മളൊരു വിദ്യാർത്ഥി ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാവേണ്ട ചില പ്രതികരണങ്ങളില്ലേ? അവിടെ തന്നെ നമ്മൾ പൊതുദർശനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞാൻ തന്നെ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോൾ പൊതുദർശനം വെച്ചിട്ടുള്ളത് 5 മിനിറ്റാണ്. എന്നിട്ട് ആ ക്യാമ്പസിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷ നടത്തി മരണം ഉറപ്പിച്ചതിന് ശേഷം, മരണം സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മറ്റ് കാര്യങ്ങൾക്ക്, നടപടിക്രമങ്ങൾക്ക് കൊണ്ടുവന്നത്. അപ്പം അത്യന്തം ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ കടന്ന് കയറാൻ നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെയും ഇവർ പ്രതിരോധിക്കുന്നത് ഈ തരത്തിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയാണ്. നമ്മളൊന്ന് കാണേണ്ടത് ഇത്തരം ക്യാമ്പസുകളിൽ, ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പസുകളിൽ ഈടാക്കുന്ന പണം, ആ പണം എന്ന് പറയുന്നത് നമ്മൾ ഒരു സെമസ്റ്ററിന് വലിയ പണം കൊടുത്താണ് ഈ കുട്ടികളൊക്കെ പഠിക്കുന്നത്, ലോൺ എടുത്തും മറ്റൊക്കെ. അപ്പോൾ ആ പണം ചിലവാക്കി പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തി ഭീഷണിപ്പെടുത്തിയാണ് പല ജനാധിപത്യ ധ്വംസനങ്ങളും നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെതിരെ സംസാരിച്ചാൽ നിങ്ങളെ പുറത്താക്കുമെന്നുള്ള ഭീഷണിയാണ് നടത്തുന്നത്. ഇത് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് വരച്ചു കാണിക്കാൻ പറ്റും. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയും, മലപ്പുറം ജില്ലയിലെ ഒരു ലോ കോളേജിൽ, പേര് KMCT ഗവൺമെൻറ് കോളേജ്, അവിടെ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു, മത്സരിച്ചു, മുദ്രാവാക്യം വിളിച്ചു എന്നതിന് പേരിൽ 50 പേരെ സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലൊരു ക്യാമ്പസാണ്, അവിടെ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാമ്പസിൽ ഇന്ന് നടത്തി, സർവകലാശാലയുടെ ഓർഡർ പ്രകാരം നടത്തി, യൂണിവേഴ്സിറ്റി ബൈലോ പ്രകാരമുള്ള ഒരു പ്രോസസ്സ് നടത്തിയതിൽ അതിന് പങ്കെടുത്തതിൻ്റെ പേരിൽ നടപടിയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും. ഇത് നടത്തിയോ എന്ന് യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ നടത്തി എന്ന് കാണിക്കാൻ വേണ്ടി നാളെ ഒരാൾ പോലും സംഘടനാപരമായി ഇതിലൊന്നും വന്നുകൂടാ. നാളെ ഞങ്ങൾ പറയുന്ന ആളുകൾ ഇന്നാൾ ചെയർമാൻ, ഇന്നാൾ വൈസ് ചെയർമാൻ, ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള ഭീഷണിയുടെ രാഷ്ട്രീയമാണ്. ആ ഭീഷണിയുടെ പ്രവർത്തനമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ആ ഭീഷണിയുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നിതിൻ രാജും നേരിട്ടത് ഇതേ പ്രശ്നമാണ്. അപ്പോൾ ആ നിലയിലാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെയും ഈ പ്രശ്നം നിലനിൽക്കുന്നത്. അവിടുത്തെ ഈ അധ്യാപകൻ്റെ ഇടപെടലിനെ കുറിച്ച് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. ആ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അക്കാദമിക്കിലെ പ്രശ്നങ്ങൾ, അക്കാദമിക് രംഗത്തെ വിഷയങ്ങൾ, ആ പരാതിയെ മുൻനിർത്തിക്കൊണ്ട് ഇടപെടാൻ അവർക്ക് കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന പരിമിതി എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കയറി ചെല്ലുമ്പോൾ ഇവരുടെ മുൻനിർത്തിക്കൊണ്ട് നാളെ ഒരു
സാമൂഹ്യ മാറ്റത്തിന്, ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്ക് ഈ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു സമരത്തിന് പോയാൽ ആ വിദ്യാർത്ഥികളെ പിന്നീട് ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് പരാതിയില്ലെന്ന് പറയിപ്പിക്കുക. അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി എന്താവും? ആ സമരം ഉയർത്തിപ്പിടിക്കുന്ന കോസ് ഇല്ലാതാവും. ഇങ്ങനെയാണ് പലതിനെ ഇവർ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 1 വർഷം മുമ്പ് ഒരു വിദ്യാർത്ഥിനിയെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ കൂടിയിട്ട് ശാരീരികമായി പീഡിപ്പിച്ചു. അങ്ങനെ തന്നെ, ഒരു സംശയവുമില്ല, അതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകളുണ്ട്. പക്ഷെ ഞങ്ങളവിടെ സമരം നടത്തി ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേക്ക് പരാതിയില്ലെന്ന് ആ കുട്ടിയെ കൊണ്ട് എഴുതി വാങ്ങിച്ചിരിക്കുന്നു. എവിടെ എത്തി? അപ്പോൾ ആ നിലയിലാണ് പല ക്യാമ്പസുകളിലും കാര്യം നടക്കുന്നത്.